ഹരിയോം കൽക്കരിവുകളായിരിക്കുന്ന എല്ലാ നാരായണന്മാർക്കും ശിലായപ്പന് പ്രണാമം. ഇന്ന് വിഷ്ണുയോഗയുടെ 78ാമത്തെ പാഠമാണ്. നമ്മളിപ്പോൾ സനാതന മൂല്യത്തിലെ സഹോദര്യത്തെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. നമ്മളെല്ലാം ആത്മസഹോദരരാണ്. അതായത് പ്രപഞ്ചനാഥനായ പ്രപഞ്ചസൃഷ്ടാവായ നാരായണന്റെയും ഭൂമിദേവിയുടെയും മക്കളാണ് നമ്മളെല്ലാവരും. നമ്മളുടെ ഉള്ളിൽ സമത്വ ഭാവന ഉണ്ടായിരിക്കണം. നമ്മളിൽ പല സ്വഭാവത്തിലുള്ള മനുഷ്യരുണ്ട്, പല മതത്തിൽപ്പെട്ട മനുഷ്യരുണ്ട്, പല ജാതിയിൽപ്പെട്ട മനുഷ്യരുണ്ട്. പക്ഷെ അത് എല്ലാവരും ഒരേ മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ചതാണ്. ഒരേ ഈശ്വരൻ തന്നെ 18 തരം മെറ്റീരിയൽ കൊണ്ടാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നതുകൊണ്ട് നമ്മുടെ മനസ്സിലെപ്പോഴും സമഭാവന അല്ലെ സമത്വ ഭാവനയും സഹോദര്യ ഭാവനയും ഉണ്ടായിരിക്കണം. അടുത്ത മൂല്യം എന്ന് പറയുന്നത് ദാനമാണ്. 10 തരം ദാനങ്ങളെ കുറിച്ചാണ് ഭഗവാൻ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. എല്ലാവരും ദാനം എന്ന് പറയുമ്പോൾ പൈസ കൊടുക്കുന്നതിനെ പറ്റി ആലോചിക്കുന്നത്. പൈസ കൊടുക്കുന്നത് വലിയൊരു ദാനമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അർഹതപ്പെട്ട ആൾക്കാർക്ക് മാത്രം പൈസ കൊടുക്കുക. ഇതല്ലാതെ എന്തെല്ലാം നമുക്ക് ദാനം ചെയ്യാം. അന്നദാനം ചെയ്യാം, വസ്ത്രദാനം ചെയ്യാം, സ്നേഹം ദാനം ചെയ്യാം, ആശ്വാസം ദാനം ചെയ്യാം, പ്രോത്സാഹനം കൊടുക്കാം, ലൈക്ക് കൊടുക്കാം, അതുപോലെ രക്തദാനം, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ദാനങ്ങളുണ്ട്. ജ്ഞാനം, ഏറ്റവും വലിയ ദാനം എന്ന് പറയുന്നത് ജ്ഞാനദാനം തന്നെയാണ്. ഇപ്പം എനിക്ക് കൊടുക്കാൻ പൈസ ഒന്നുമില്ല. ഞാൻ ഇത്രയും വർഷം ജോലി ചെയ്തിട്ട് എൻ്റെ അടുത്ത് എൻ്റെ ആവശ്യമുള്ള പൈസയേ ഉള്ളൂ. അവിടെ പൈസ കൊടുത്ത് എനിക്ക് ആരെയും സഹായിക്കാൻ പറ്റത്തില്ല. പക്ഷേങ്കിൽ എനിക്ക് ഉള്ള അറിവുകൾ ഞാൻ എല്ലാവർക്കും പകർന്നു കൊടുക്കുക. എനിക്ക് എന്തൊക്കെ അറിവുണ്ടോ അതെല്ലാം ഞാൻ എല്ലാവർക്കും പകർന്നു കൊടുക്കുന്നുണ്ട്. അപ്പം ജ്ഞാനദാനം തന്നെ സർവ്വശ്രേഷ്ഠമാണ്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് അഹിംസയാണ്. അഹിംസയാണ് പരമമായ ധർമ്മം. അതാണ് സനാതന ധർമ്മം നമ്മെ പഠിപ്പിക്കുന്നത്. ഒരു ജീവിയെയും അകാരണമായി ഉപദ്രവിക്കാതിരിക്കുന്നതാണ് അഹിംസ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു മനുഷ്യരെയോ ഒരു മൃഗത്തിനെയോ ഒരു പക്ഷിയോ ഒന്നിനെയും ഹരിയോം കൽക്കിരുപകളായിരിക്കുന്ന എല്ലാ നാരായണന്മാർക്കും ശീലായപ്പൻ്റെ പ്രണാമം. ഇന്ന് വിഷ്ണുയോഗയുടെ 79ാമത്തെ പാഠമാണ്. സനാതന മൂല്യങ്ങളാണ് നമ്മുടെ വിഷയം. 8 മൂല്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ച 8ാമത്തെ മൂല്യമായിരുന്നു അഹിംസ. അഹിംസയാണ് പരമമായ ധർമ്മം. മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കാതെ നമ്മൾ നമ്മുടെ കാര്യം നോക്കി ജീവിക്കുന്നത് തന്നെയാണ് അഹിംസ. ഒരു ജീവജാലത്തിനെയും കാരണമായി വേദനിപ്പിക്കരുത്. അവർക്ക് വിഷമമുണ്ടാകുന്ന ഒരു പ്രവൃത്തിയും ചെയ്യരുത്. പരോപകാരമേ പുണ്യം, പാപമേ പരപീഡനം നമ്മൾ പഠിച്ചിട്ടുണ്ട്. മറ്റുള്ളവരെ പീഡിപ്പിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ പാപമാണ്. അപ്പോൾ അഹിംസയാണ് പരമമായ ധർമ്മം. നമ്മൾ അഹിംസ പാലിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ശാന്തി സമാധാനം തീർച്ചയായും ഉണ്ടായിരിക്കും. അടുത്തത് 9ാമത്തെ എന്ന് പറയുന്നത് ധർമ്മമാണ്. ധർമ്മം എന്ന് പറയുന്നത് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്നാണ്. സനാതന ധർമ്മം അനുസരിച്ചാണ് ഈ പ്രപഞ്ചത്തിൻ്റെ രചന തന്നെ നടന്നിരിക്കുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഈ പ്രപഞ്ചത്തിൽ ഓരോ വസ്തുക്കൾക്കും ഓരോ ചരാചരത്തിനും ഓരോരോ ഡ്യൂട്ടിയാണുള്ളത്. ഇപ്പോൾ സൂര്യനൊരു ഡ്യൂട്ടിയുണ്ട്. ഉദാഹരണത്തിന് അത് ചൂടും വെളിച്ചവും നൽകുക എന്നാണ് സൂര്യൻ്റെ ഡ്യൂട്ടി. അതുപോലെ ചന്ദ്രൻ്റെ ഡ്യൂട്ടിയുണ്ട്, നക്ഷത്രങ്ങൾക്കുണ്ട്, ഗ്രഹങ്ങൾക്കുണ്ട്, വൃക്ഷങ്ങൾക്കുണ്ട്, പക്ഷികൾക്കുണ്ട്, അത് എല്ലാ ജീവജാലങ്ങൾക്കും. ഇപ്പം നമ്മൾ മനുഷ്യൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുക എന്നുള്ളത്. നമുക്കുള്ളതിൻ്റെ ഒരു ഭാഗം മറ്റുള്ളവർക്ക് കൊടുക്കുക, കൊടുത്ത് വാങ്ങുക എന്നുള്ളതാണ്. അല്ലാതെ ഇങ്ങോട്ട് വൺ വേ ആണ്, ഇങ്ങോട്ട് വേണം എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും കിട്ടത്തില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന ഒന്നും സാധിക്കില്ല. നമ്മൾ കഴിയുന്നത് നമ്മൾ കൊണ്ടും കൊടുത്തും ജീവിക്കുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ ധർമ്മം. അതുപോലെ തന്നെ നമ്മൾ ഒരു അമ്മയാകുമ്പോൾ നമുക്ക് മാതൃധർമ്മമുണ്ട്, പിതാവാകുമ്പോൾ പിതൃധർമ്മമുണ്ട്, ഗുരുവാകുമ്പോൾ ഗുരുധർമ്മമുണ്ട്, പുത്രിയാകുമ്പോൾ പുത്രിധർമ്മമുണ്ട്. അങ്ങനെ ധാരാളം ധർമ്മങ്ങൾ നമുക്ക് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. അതുപോലെ തന്നെയാണ്